ഹലോ രഞ്ജിനി, സൂസന. ആ സൂസൻ, വീട്ടിൽ നിന്നല്ലേ? പറ. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? അതങ്ങനെ അങ്ങ് പോട്ടെ. ഏതായാലും ട്യൂസ്ഡേ വരെ സമയമുണ്ടല്ലോ. നമ്മളൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ്. ഇപ്പോഴും ഇവിടെ സെൻസിറ്റീവാ. സൂസൻ, എടി സൂസൻ. ദാ വരുന്നു. അയ്യോ, ഇറങ്ങുകയോ? എത്ര വിളിക്കണോടി നിന്നെ മോരക്കഴുതേ? അങ്ങർക്ക് വേറെ പേഷ്യൻസ് ഉള്ളതാ. സോറി, ഞാൻ ചായ. ഏയ് സാരമില്ല, ഞാൻ ഇറങ്ങാ. ടോണി. അല്ല, ശ്യാം. ശ്യാം കണ്ടോടി, ഞാൻ എത്ര കിടന്ന് വിളിച്ചു നിന്നെ. നാശം. അച്ഛാ, ഞാൻ ബാത്റൂമിലായിരുന്നു. അതുകൊണ്ട് വിളിച്ചാ കേക്കില്ലേ? അഹങ്കാരം. എത്ര പറഞ്ഞിട്ട് പ്രയോജനമില്ല. മനുഷ്യന്റെ തൊണ്ട പൊട്ടുക എന്നല്ലാതെ. പോയോ എടി സൂസ? വെറുതെ എന്തിനാ ഇങ്ങനെ അലറി സ്ട്രെയിൻ ചെയ്യണേ? നിന്നേക്കൊന്ന് വിളിക്കാൻ. ഈ ബീപ്പറിന് അമർത്തിയാ മതി, ഞാൻ ഓടിയെത്തും. ഓക്കെ ഓക്കെ. എന്താ? കാപ്പി. നീ ആ ഷീറ്റ് ഒന്ന് മടക്കി വെച്ചേ. നീ ആ ജനലൊന്ന് അടച്ചേ. ആ പത്രം മടക്കി വെക്ക്. എനിക്കിതിരി വെള്ളം വേണം. വെള്ളം കുടിച്ചാൽ യൂറിൻ മുട്ടും. എന്താ അച്ഛാ? ഞാനിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതാ. അച്ഛാ, കഷ്ടമുണ്ട് കേട്ടോ. എന്താ നിന്റെ തോളിനൊരു കനം? ഈ ലോകം മുഴുവൻ നിന്റെ ചുമല്ലാൻ തോന്നുന്നു. കോളേജിൽ ചെറിയൊരു പ്രശ്നം. അത് വാ തുറന്ന് പറഞ്ഞൂടെ? അച്ഛാ, 2 പീസ് കൂടി. നീ വല്ലവനെയും കയറി പ്രേമിച്ചോ? ഈ അച്ഛൻ, ഞങ്ങള് ചിലതൊക്കെ കണ്ടു. അത് പ്രിൻസിപ്പളിനോട് പറയണോ പറയാതിരിക്കണോ? എങ്ങനെ മനസ്സിലായി? മാജിക്. നീ ഡീറ്റെയിൽസ് പറ. ആ റോയൽ ജ്വല്ലറി ഈപ്പച്ചനില്ലേ? പാലാ MLA ഈപ്പൻ. അയാളുടെ മകൻ റോഷന് പ്രിൻസിയോട് വലിയ ദേഷ്യ. അവനും കൂട്ടുകാരും കൂടി സാറിന്റെ കാറിന് എന്തോ അരുതാത്തത് ചിലത് ചെയ്തു. നീ അത് കണ്ടു? ഞാനും രഞ്ജിനിയും. അപ്പൊ പ്രിൻസിപ്പലിന് അറിയാം നീയും രഞ്ജിനിയും വിചാരിച്ച കുറ്റക്കാരെ കണ്ടുപിടിക്കാന്ന്. നീ എന്ത് തീരുമാനിച്ചു? കൊള്ളാം. ലോകത്തിലേക്ക് ഏറ്റവും ബുദ്ധിമതിയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന എന്റെ പെങ്ങക്ക് ഒരു നിസ്സാര പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. കഷ്ടം. അച്ഛൻ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമൊന്നും അല്ല. പ്രിൻസിയോട് പറഞ്ഞ റോഷനും ഫ്രണ്ട്സും അവര് എങ്ങനെയാ റിയാക്ട് ചെയ്യുന്ന പറയാൻ പറ്റത്തില്ല. പറയാതിരുന്ന
ദൈവത്തിനറിയാം. പ്രാർത്ഥിക്കടി, മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്ക്. അങ്ങേരൊരു വഴി കാണിച്ചു തരും. എന്റെ ഈ വലിയ പ്രശ്നത്തിന് സമയമില്ലാത്ത ദൈവത്തിന് നിനക്ക് വേണ്ടി ചെലവാക്കാൻ ചിലപ്പോ ഇഷ്ടം പോലെ സമയം കാണും. ഓ, തുടങ്ങി. ആര് പറഞ്ഞു അച്ഛനു വേണ്ടി ദൈവത്തിന് സമയമില്ലെന്ന്? എന്നിട്ടാണോ ഇങ്ങനെ? എത്ര തവണ വിശ്വസിച്ചു, എത്ര പ്രാവശ്യം കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു, എന്തെല്ലാം നേർച്ച നടത്തി, എത്ര പേര് തലേ കൈവച്ചു. എന്നിട്ടും എനിക്ക് മാത്രം. ആഴമേറിയ ഒരു വ്യക്തിബന്ധമാണ് ക്രിസ്തീയ ജീവിതം. യേശുവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്. യേശുവിലാകണം, ശിഷ്യനാകണം. നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, എങ്ങനെയാണ് യേശുവിലാകുന്നത്, എങ്ങനെയാണ് ശിഷ്യനാകുന്നത്? യേശുവിലാകുമ്പോൾ മാത്രമാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി തീരുന്നത്. എങ്ങനെയാണ് ശിഷ്യനാകുന്നത്, എങ്ങനെയാണ് ക്രിസ്തുവിലായിത്തീരുന്നത്? അതിൻ്റെ എല്ലാം മറുപടി ഈ വേദപുസ്തകത്തിലുണ്ട്. നിങ്ങളൊരു കാർ വാങ്ങുന്ന സമയത്ത്, ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ എല്ലാം ഒരു യൂസേഴ്സ് മാനുവൽ കിട്ടും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്. അത് വായിച്ച് അതിനനുസരിച്ച് പ്രവർത്തിപ്പിച്ചാൽ ആ ഉപകരണം, ആ യന്ത്രം, ആ വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് കൂടുതൽ നാൾ ഉപയോഗപ്പെടും, കേടാകാതെ ഇരിക്കും. അത് വായിക്കാതെ ഉപയോഗിച്ചാൽ അത് കേടായിപ്പോകും. അതുകൊണ്ട് ഈ പുസ്തകം വായിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിന് കേടുപറ്റാം. ഒരു ദിവസം നമ്മുടെ ഹൃദയത്തിൻ്റെ തുടിപ്പ് നിൽക്കും, അവിടെ ഈ ശരീരം അവസാനിക്കുന്നു. പക്ഷെ ജീവിതം അവസാനിക്കുന്നില്ല. ജീവിതം അങ്ങോട്ട് തുടരുകയാണ്, നിത്യതയിലേക്ക് തുടരുകയാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചു, ദൈവത്തിനായിട്ട് സൃഷ്ടിച്ചു. എന്നാൽ ഈ ജീവിതം മുഴുവൻ പ്രശ്നങ്ങളാണ്. ഇതെന്തിനാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ തരുന്നത്? അത് നമ്മളെ കഷ്ടപ്പെടുത്താനല്ല, വാസ്തവത്തിൽ അത് നമ്മളെ ശുദ്ധീകരിക്കാനാണ്. അത് നമ്മളെ അനന്തതയിലേക്ക്, നിത്യതയിലേക്ക് തയ്യാറാക്കിയെടുക്കാനാണ്. അതൊരത്ഭുത വിഷയമാക്കിയെടുക്കാനാണ്. ചുരുക്കി പറഞ്ഞാൽ, ശുദ്ധീകരിക്കപ്പെട്ട ഒരത്ഭുത വിഷയമായി തീരുവാൻ. അതിനുള്ള നിർദ്ദേശങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഭൂമിയിൽ സമാധാനം, ഭൂമിയിൽ ആരോഗ്യം, ഭൂമിയിൽ സൗഖ്യം, നിത്യതയ്ക്കായിട്ടുള്ള ഒരുക്കം, അതെല്ലാം ഈ പുസ്തകത്തിലുണ്ട്. യേശുവുമായിട്ടുള്ള ജീവിതത്തിൽ രോഗമില്ല. രോഗം വന്നാൽ കർത്താവ് സൗഖ്യം തരും. പാപമില്ല. പാപം വന്നാൽ വിജയജീവിതം തരും. ബന്ധനമില്ല. ബന്ധനം വന്നാൽ വിടുതൽ തരും. അവ രോഗം, ബന്ധനം, പൈശാചിക പ്രവർത്തനം വന്നാൽ കയറി പിടിച്ചാൽ, വിശ്വസിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കാം. ക്രിസ്തുവിലായാൽ ദൈവവൈതലായി തീരുന്നു. ദൈവവൈതലായാൽ അനുഗ്രഹം, സമാധാനം, അഭിവൃദ്ധി, രോഗശാന്തി ഇവ മക്കളുടെ അവകാശമാകുന്നു. ഇന്ന് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ മുൻപോട്ട് വരാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചാട്ടെ. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തരും. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നന്മ വരും.